ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെജിറ്റബിൾ പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കുട്ടികൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാണെന്ന് പറയാം. ഇതിൽ ഞാൻ 1 കപ്പ് അരി നന്നായിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസാണ്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചതാണ്. അരമണിക്കൂർ മിനിമം ഒരു 20 മിനിറ്റ്സ് അങ്ങ് കുതിർത്ത് വെക്കണം, അപ്പോഴേ നന്നായിട്ട് വരുള്ളൂ. അതുകൂടാണ്ട് അതിന് വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേറെ എന്നാ വെജിറ്റബിൾസ് ഇഷ്ടം അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിൽ കോളിഫ്ലവർ ചേർക്കുക, ബീൻസ് ചേർക്കുക, അങ്ങനെ പലതും ചേർക്കുക. അതുകൊണ്ടാണ് ഇത് പനീർ ചേർത്തിട്ട് കൂടെ ചെയ്യും. പനീർ പുലാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് അതിൽ വ്യത്യാസം വരുത്താം. അതുകൂടാണ്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണ്, ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു കഷ്ണം ലൈം കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട മറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹോൾ സ്പൈസസ് ആണ്. ഞാൻ ഏകദേശം ഇവിടെ എടുത്ത് 2 ഏലക്കായ്, അതുമാതിരി ഗ്രാമ്പൂ ഒരു 2-3 എടുത്തിട്ടുണ്ട്. പട്ട 2 കഷ്ണം ചെറുതെടുത്തിട്ടുണ്ട്. ജീര, ഞാനിത് ഇവിടെ ഷാജീര എടുത്തിട്ടുള്ളത്. നോർമൽ ജീര ആയാലും കുറച്ച് അത് ചേർത്താൽ മതി, ഇത് ചേർക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. അതുമാതിരി ബേ ലീഫ് ഞാൻ ഇവിടെ 1 എടുത്തിന്. തക്കോലം 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിനെടുത്തത്. സ്പൈസസ് ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും നമ്മൾ പുലാവ് ചെയ്യേണ്ടത്. പുലാവ് ചെയ്യുമ്പോൾ അതിന് സ്പൈസസ് വളരെ കുറച്ചായിട്ടുള്ള അളവിലാണ് നോർമലായിട്ട് ചേർക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ കുക്കർ മെത്തേഡിലല്ല ചെയ്യുന്നത്. കുക്കറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിസിലിൽ അത് ഓഫാക്കി എടുക്കണം. അത് നമ്മളത് ശ്രദ്ധിക്കണം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് നമ്മളിത് കുക്കറിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇവിടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഞാൻ. ഇവിടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫുൾ ഹോൾ സ്പൈസസ് എല്ലാം ഒന്നിച്ച് ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസസ് ചേർക്കണമെങ്കിൽ അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ചേർക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് അതിൻ്റെ ആ ഫ്ലേവർ കൂടുതൽ വരേണ്ട അളവൊക്കെ ചേർക്കണ്ട. അപ്പോൾ ഇവിടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി കൂടി ചേർക്കാം. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉള്ളി ഉണ്ടാവും. കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ച പച്ചമുളക് കൂടെ ചേർക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇവിടെ പച്ചമുളക് ചേർക്കണം നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. നിങ്ങൾ വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. പച്ചമുളക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്താൽ മതി. പക്ഷേ എങ്കിൽ നോർമലായിട്ട് പുലാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വൈറ്റ് കളറിലാണ് നോർമലായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇത് വളരെ കുറച്ച് 200 ഗ്രാം മാത്രമേ റൈസ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് അളവ് വളരെ കുറച്ചായിട്ട് എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് അതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്, മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട്. അതേമാതിരി ഒരു 1.5 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങ് കൂടെ, പൊട്ടറ്റോ, ഗ്രീൻ പീസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിന്. നിങ്ങൾ നോർമലായിട്ട് ഇല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് കൂടെ ചേർക്കുക. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിന്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൂടാണ്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നെയ്യ്, ബട്ടർ, അങ്ങനെ ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നത് നെയ്യിൽ ചെയ്യുമ്പോഴാണ്. ഇത് വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അരിയൊന്ന് പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരുപാട് ഇതായിട്ട് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിപ്പോവും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സോക്ക് ചെയ്തെടുത്ത അരിയാണ്. 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. 2 മിനിറ്റായി. ഇതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കേണ്ടത്.
ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ വെള്ളം ഒഴിക്കുന്നത് കൂടുതൽ നല്ലത്. ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ സമയത്ത് തന്നെ ഇതിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. ഇതിൽ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഒരു ലൈം ജ്യൂസ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. കാരണം എന്താ വെച്ചാൽ ഇത് റൈസ് വെന്ത് വരുമ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈം ജ്യൂസ് ചേർക്കുന്നത് ഇവിടെ. ഇത് നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ ഇതിൽ ഒരു പിഞ്ച് മാത്രം ഇത് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും. കളർ ചേഞ്ച് ആവാത്ത വിധത്തിൽ ഒരു പിഞ്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിപ്പിക്കാൻ. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 8 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് റൈസെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം ഇപ്പോൾ വരുന്നുണ്ട്. നല്ലൊരു മൈൽഡായിട്ട് സ്പൈസസിൻ്റെ എല്ലാം ഒരു മണം, നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ തിരിച്ച് നന്നായിട്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഓഫാക്കുന്നതാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് അങ്ങനെ തന്നെ റെഡി ആവട്ടെ. ഇത് ഏകദേശം ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് ശേഷം ലൈറ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി വിട്ട് കൊടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഓരോ അരിയും നല്ല ഓരോ ഗ്രെയിനായിട്ട് തന്നെ ഇല്ല മാതിരി ഉണ്ട്. അതിനാണ് ഇതുമാതിരി ഫോക്കെല്ലാം വെച്ചിട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു തവിയെല്ലാം വെച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഉടഞ്ഞു പോകും. അതുകൂടാണ്ട് ഇത് 5 മിനിറ്റ് നമ്മളിത് ഓഫാക്കി വെക്കുന്നത് ഇതുകൊണ്ടാണ്. അത് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലും മനസ്സിലാവും, നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഇത് ബിരിയാണി മാതിരി ഒരുപാട് സ്പൈസസിലെ ഒരു റൈസ് ഐറ്റം അല്ല, മൈൽഡായിട്ടുള്ള സ്പൈസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയ വളരെ നല്ല ഒരു ഐറ്റമാണ് ഇത്. ഇതിനൊന്നിച്ച് സൈഡായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. ഞാൻ ഇവിടെ ഇതിൻ്റെ ഒന്നിച്ച് സൈഡായിട്ട് ഞാൻ ഇവിടെ എടുത്തത് ഡ്രാഗൺ ചിക്കനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ്. അതും കൂടാണ്ട് നമ്മൾ രാവിലത്തെ തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഐറ്റമാണ്. താങ്ക് യു.